The next one is sales. If you want to master the art of business, the most important skill you should achieve is the skill to sell. നേരത്തെ പറഞ്ഞ പോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒരു ബിസിനസ്സിന്റെ പില്ലർ ആണെങ്കിൽ ബിസിനസ് പ്ലാനിങ് നോയിങ് വാട്ട് വി ആർ ഗോണ ഡു ഈസ് ദ സ്ട്രക്ചർ ഓഫ് അവർ ബിസിനസ് എങ്കിൽ സെയിൽസ് എന്ന് പറയുന്നത് ഈസ് ദ ബ്ലഡ് പമ്പിങ് ഹാർട്ട് ഓഫ് യുവർ ബിസിനസ്. ആസ് എ ഇന്ത്യൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ട് വളർന്നു വന്നേക്കുന്ന ഒരു ലോകം എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൻ്റെ ഒരു ലോകമാണ്. അതിൽ ആർക്കും നമ്മളെ എതിർത്ത് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടിയ ഒരു അനുഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേനും അത്രയും വാസ്റ്റാണ്. ഈ ലോകത്ത് പ്രസന്റ് സിറ്റുവേഷനിൽ വളരെ വലിയ പോസ്റ്റിലിരിക്കുന്ന ആൾക്കാർ, മീൻസ് വലിയ വലിയ കമ്പനികളിൽ റെപ്യൂട്ടഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ പോലും അവരുടെ ഇനീഷ്യൽ സ്റ്റേജിൽ സെയിൽസിനെ കുറിച്ച് പഠിക്കാനും ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാനും നമ്മുടെ രാജ്യത്ത് വന്ന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. എന്നാൽ അത് സത്യമാണ്. ഞാൻ സെയിൽസിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ഐഡന്റിഫൈയിങ് പൊട്ടൻഷ്യൽ കസ്റ്റമർ, പിന്നെ എഡ്യൂക്കേറ്റിംഗ് കസ്റ്റമേഴ്സ്, നെഗോസിയേഷൻ, ക്ലോസിംഗ് ദ ഡീൽ. ആൻഡ് ദീസ് ആർ ദ 4 points you shouldn't miss while doing a deal. സെയിൽസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിൽ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെയിൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ B2B, B2C, അതായത് ബിസിനസ് ടു ബിസിനസ് സെയിൽസും ബിസിനസ് ടു കൊമേഴ്സ് സെയിൽസും, പിന്നെ ഡയറക്റ്റ് സെല്ലിംഗ് ഉണ്ട്, റീറ്റെയിൽ സെല്ലിംഗ് ഉണ്ട്, ഇ കൊമേഴ്സ് സെല്ലിംഗ് ഉണ്ട്. പല ക്യാരക്ടറൈസിങ്ങും ഈ സെയിൽസിൽ തന്നെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു കാറ്റഗറിയിലാണോ നമ്മുടെ ബിസിനസ് പ്ലേസ് ചെയ്യണത് അത് ബേസ് ചെയ്തിട്ടായിരിക്കും ഈ സെയിൽസിന്റെ കാറ്റഗറീസും ഡിഫൈൻ ചെയ്ത് പോകുന്നത്. ഒരു ഓൺട്രപ്രണറായ നമ്മൾ വേറൊരു വെഞ്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യണമെങ്കിൽ അത് B2B സെയിൽസിലോട്ടേക്ക് പോകും. അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ആയ നമ്മൾ ഇൻഡിവിജ്വൽസിന് വേണ്ടിയാണ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതൊരു B2C ബിസിനസ് ആയിട്ട് പോകും. പിന്നെ നിലവിൽ ഇപ്പം വളരെ തിളങ്ങി നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ടു ഇറ്റ് സം അതർ ടൈം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ സെയിൽസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഹാർട്ടാണ്. അപ്പോൾ അതിൻ്റെ കോർ വാല്യൂ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എല്ലാ സിനാരിയോസും ക്രാക്ക് ചെയ്ത് അത് നിങ്ങൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ the rest will be history, guys.